മുഴുവൻ നിഗൂഢതകൾ നിറഞ്ഞ ലോകങ്ങളാണ് സമുദ്രങ്ങൾ. സമുദ്രങ്ങളുടെ ആഴങ്ങൾ പൂർണ്ണമായും അന്ധകാരത്തിൽ മുങ്ങിക്കിടക്കുന്നതുകൊണ്ടും ആഴങ്ങളിലേക്ക് പോകുന്നതിനനുസരിച്ച് സമ്മർദ്ദം കൂടുന്നതിനാലും പിന്നെ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ആഴക്കടലുകളിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിൽ മനുഷ്യർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അതിനാൽ തന്നെ ഇന്നും സമുദ്രങ്ങൾ എന്നത് നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റാത്ത പ്രഹേളികകളാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതിനെ എപ്പോഴും നമ്മൾ ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സമുദ്രങ്ങളുടെ ആഴങ്ങളിൽ നിന്നും അപരിചിതമായ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഭയക്കുന്നത്. സമുദ്രങ്ങൾ എന്നത് പരിപൂർണമായ നിശബ്ദത നിറഞ്ഞ സ്ഥലങ്ങളാണെന്നായിരുന്നു പണ്ട് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ ഹൈഡ്രോഫോൺസ് നിർമ്മിക്കാൻ തുടങ്ങി. നമ്മൾ ശബ്ദം റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മൈക്രോഫോൺ പോലെ വെള്ളത്തിനടിയിലുള്ള ശബ്ദം റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോഫോൺ. ഹൈഡ്രോഫോണിന്റെ കണ്ടുപിടുത്തത്തിനു ശേഷമാണ് സമുദ്രങ്ങൾ എന്നത് വളരെയേറെ ശബ്ദ കോലാഹലങ്ങൾ നിറഞ്ഞ സ്ഥലമാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങിയത്. അതിന്റെ ഒരു പ്രധാന കാരണം ജലത്തിൽ ശബ്ദ തരംഗങ്ങൾ ഒരുപാട് ദൂരം സഞ്ചരിക്കും. ഒരുപാട് ദൂരം എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്റേഴ്സ് അകലെയുള്ള ശബ്ദം വരെ സമുദ്രത്തിൽ കേൾക്കാൻ പറ്റും. 1-ാം ലോക മഹായുദ്ധകാലത്തിൽ മുങ്ങിക്കപ്പലുകളെയും വെള്ളത്തിനടിയിൽ മറഞ്ഞുകിടക്കുന്ന മഞ്ഞുകട്ടകളെയും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഹൈഡ്രോഫോൺസ് നിർമ്മിച്ചത്. ആദ്യകാലത്തിൽ മിലിറ്ററി മാത്രമാണ് ഹൈഡ്രോഫോൺസ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പിൽക്കാലങ്ങളിൽ ശാസ്ത്ര പഠനങ്ങൾക്ക് വേണ്ടിയും മറ്റ് പല കാര്യങ്ങൾക്കു വേണ്ടിയും അത് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ മുങ്ങിക്കപ്പലുകളുടെ ശബ്ദങ്ങൾക്ക് പുറമെ അപൂർവമായ മറ്റ് പല ശബ്ദങ്ങളും ഈ ഹൈഡ്രോഫോൺസ് വഴി നമുക്ക് കേൾക്കാൻ പറ്റി. അങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെട്ട ശബ്ദങ്ങളിൽ ഏറ്റവും നിഗൂഢവും ഭയാനകവുമായ ചില ശബ്ദങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആയിരത്തി 1991 പസഫിക് മറൈൻ എൻവയോൺമെന്റൽ ലബോറട്ടറി സമുദ്രത്തിനടിയിലെ ശബ്ദം റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയ നാൾ മുതൽ ഒരു വിചിത്രമായ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അപ്സ്വീപ്പ് എന്നാണ് ഈ ശബ്ദത്തിന് നൽകിയിരിക്കുന്ന പേര്. ഇന്നും ഈ ശബ്ദം ഹൈഡ്രോഫോൺസ് എല്ലാം സ്ഥിരമായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സ്പ്രിംഗ് സീസൺ, അതായത് വസന്തകാലമാകുമ്പോൾ ഈ ശബ്ദത്തിന്റെ ഒച്ച കൂടുതലാകും. പക്ഷേ അത് ശരിക്കും കാലാവസ്ഥ മാറുന്നത് കാരണം തന്നെ സംഭവിക്കുന്നതാണോ അല്ലയോ എന്ന കാര്യം നമുക്കറിയില്ല. പസഫിക് മഹാസമുദ്രത്തിലുടനീളമുള്ള എല്ലാ ഹൈഡ്രോഫോൺസും ഇന്നും ഈ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഇന്നേ വരെ ഈ ശബ്ദത്തിന്റെ സ്രോതസ് എന്താണെന്നോ കാരണം എന്താണെന്നോ ആർക്കും തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ന്യൂസിലാൻഡിനും സൗത്ത് അമേരിക്കയ്ക്കുമിടയിലുള്ള ഈ ഒരു മേഖലയിൽ നിന്നുമാണ് അപ്സ്വീപ്പ് ശബ്ദം വരുന്നത്. ഒരുപക്ഷെ കടലിന്റെ അടിത്തട്ടിലുള്ള അഗ്നിപർവ്വത പ്രവർത്തനങ്ങളായിരിക്കും ഈ ശബ്ദത്തിന്റെ സ്രോതസ്സെന്നാണ് സംശയിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും ഇതുവരേക്കും അത് സ്ഥിരീകരിച്ചിട്ടില്ല. അപ്സ്വീപ്പ് പോലെ വിചിത്രമായ മറ്റൊരു ശബ്ദമാണ് വിസിൽ. ഇതും പസഫിക് മഹാസമുദ്രത്തിൽ നിന്നുമാണ് വരുന്നത്. പക്ഷേ ഇതിന്റെ കൃത്യമായ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയില്ല. 1997 യുഎസിന്റെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ ഈ ശബ്ദം റെക്കോർഡ് ചെയ്തത്. നോവയുടെ അഭിപ്രായ പ്രകാരം വിസിലിനു സമാനമായ ശബ്ദങ്ങൾ മുൻപും പല തവണ പസഫിക് സമുദ്രത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ അഗ്നിപർവ്വത പ്രവർത്തനങ്ങളിൽ നിന്നും വന്ന ശബ്ദങ്ങളായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ വിസിൽ ശബ്ദം ആകെ ഒരു ഹൈഡ്രോഫോൺ മാത്രമാണ് റെക്കോർഡ് ചെയ്തത്. അതും ഒരിക്കൽ മാത്രം. കുറഞ്ഞത് 3 ലൊക്കേഷൻസിലുള്ള ഹൈഡ്രോഫോൺസ് എങ്കിലും ഈ ശബ്ദം റെക്കോർഡ് ചെയ്തിരുന്നെങ്കിൽ മാത്രമേ ഇത് വരുന്നത് എവിടെ നിന്നുമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ. ലൊക്കേഷൻ കൃത്യമായിട്ട് കണ്ടുപിടിച്ചാൽ മാത്രമേ ശബ്ദത്തിന്റെ കാരണം എന്താണെന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ വിസിൽ ശബ്ദം ഇന്നും ഒരു നിഗൂഢതയായിട്ട് തന്നെ നിലനിൽക്കുന്നു. വളരെ പ്രശസ്തമായ മറ്റൊരു ശബ്ദമാണ് ബ്ലൂപ്പ്.
സൗത്ത് അമേരിക്കയുടെ ദക്ഷിണ പ്രദേശത്തോട് ചേർന്നു കിടക്കുന്ന സൗത്ത് പസഫിക് സമുദ്രഭാഗത്തിൽ നിന്നുമാണ് ഈ ശബ്ദം വന്നത്. 1997 റെക്കോർഡ് ചെയ്യപ്പെട്ട ബ്ലൂപ്പ് ശബ്ദം 5000 കിലോമീറ്ററുകൾക്കകലെയുള്ള ഹൈഡ്രോഫോൺസ് വരെ റെക്കോർഡ് ചെയ്തിരുന്നു. ഇത് വളരെ ഒച്ച കൂടിയ ശബ്ദ തരംഗമായിരുന്നു. കരയിലാണെങ്കിൽ, അതായത് വായുവിലൂടെയാണെങ്കിൽ ഇത്രയും ശക്തമായ ഒരു ശബ്ദം നമുക്ക് കേൾക്കണമെങ്കിൽ അത് വളരെ തീവ്രമായ വലിയൊരു വിസ്ഫോടനമായിരിക്കണം. പക്ഷേ ജലത്തിലായതുകൊണ്ട് ഒച്ച കുറയാതെ തന്നെ ശബ്ദത്തിന് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയും. എന്തായാലും ഏറ്റവും ഒച്ച കൂടിയ ജീവിയായിട്ട് കരുതപ്പെടുന്ന സ്പേം തിമിംഗലത്തിന്റെ ശബ്ദത്തിനേക്കാൾ ഇരട്ടിയോളം ഒച്ചയുണ്ടായിരുന്നു ഈ ശബ്ദത്തിന്. പക്ഷേ ഈ നിഗൂഢ ശബ്ദത്തിന്റെ ഉറവിടം എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഭൂമികുലുക്കവും അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുമൊക്കെ പോലെയുള്ള സാധാരണമായ ഭൂതത്വ പ്രവർത്തനങ്ങളിൽ നിന്നുമുണ്ടാകുന്ന ശബ്ദങ്ങളുമായി ഈ ബ്ലൂപ്പ് സൗണ്ടിന് യാതൊരു സാമ്യതയും ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ഒരുപക്ഷെ ഇത് ചിലപ്പോൾ മനുഷ്യനിർമ്മിതമായ എന്തെങ്കിലും തരം ശബ്ദം തന്നെയായിരിക്കുമെന്നാണ് കരുതുന്നത്. അതായത് മുങ്ങിക്കപ്പലിന്റെയോ ബോംബ് വിസ്ഫോടനത്തിന്റെയോ ശബ്ദമായിരിക്കും ഇത്. എന്തായാലും ഇതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തതിനാൽ തന്നെ ഈ ബ്ലൂപ്പ് ശബ്ദം ഒരുപാട് കെട്ടുകഥകൾക്ക് വഴിയൊരുക്കി. 1999 നോവ റെക്കോർഡ് ചെയ്ത വലിയൊരു ശബ്ദമാണ് ജൂലിയ. ഇതുവരെ സമുദ്രത്തിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ ശബ്ദങ്ങളിലൊന്നായിരുന്നു ജൂലിയ. പസഫിക് മഹാസമുദ്രത്തിൽ ഉടനീളമുള്ള ഹൈഡ്രോഫോണുകളിലും ഈ ശബ്ദം റെക്കോർഡ് ചെയ്യപ്പെട്ടു. ഏകദേശം 3 മിനിറ്റുകളോളം നേരം വരെ ഈ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരുന്നു. അന്റാർട്ടിക്കയിലുള്ള ഏതോ ഒരു വലിയ ഭീമൻ മഞ്ഞുകട്ട നീങ്ങുന്നതിന്റെയോ പൊടിഞ്ഞതിന്റെയോ ശബ്ദമായിരിക്കും ഈ കേട്ടതെന്നാണ് കരുതപ്പെടുന്നത്. ഒരു മഞ്ഞുകട്ട കാരണം ഇത്രയും വലിയ ശബ്ദമൊക്കെ ഉണ്ടാകുമോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഓർക്കുക, പല കിലോമീറ്ററുകളോളം ആഴവും ആയിരക്കണക്കിന് കിലോമീറ്റേഴ്സോളം നീളവുമുള്ള ബൃഹത്തായ മഞ്ഞുകട്ടകൾ വരെ അന്റാർട്ടിക്കയിലുണ്ട്. അതായത് കേരളത്തിന്റെ ഒരു ജില്ല മുഴുവനായും കുലുങ്ങുന്നത് പോലെയാണ് അന്റാർട്ടിക്കയിലെ ഒരു ചെറിയ മഞ്ഞുകട്ട കുലുങ്ങുന്നത്. കേരളത്തിൽ ചെറിയ രീതിയിൽ ഉരുൾ പൊട്ടുമ്പോൾ തന്നെ എത്രമാത്രം ഘോരമായ ശബ്ദമാണ് കേൾക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകളോളം വലിപ്പമുള്ള മഞ്ഞുപാളികൾ പൊട്ടുന്ന ശബ്ദം എത്രത്തോളം ഭീകരമായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. ഇതുപോലെ മഞ്ഞുപാളികളുടേതാണെന്ന് കരുതപ്പെടുന്ന വേറെയും ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ 2 ശബ്ദങ്ങളും 1997 റെക്കോർഡ് ചെയ്യപ്പെട്ടത്. ചില മഞ്ഞുകട്ടകൾ സമുദ്രത്തിന്റെ അടിത്തട്ട് വരെ എത്തുന്ന രീതിയിൽ വലിപ്പം വയ്ക്കാറുണ്ട്. അങ്ങനെ അടിത്തട്ടിലെത്തിയ ശേഷം ഈ മഞ്ഞുപാളികൾ നീങ്ങുമ്പോഴാണ് ഇത്തരം ശബ്ദങ്ങൾ കേൾക്കുന്നത്. വളരെ വലിയ ഭൂമികുലുക്കത്തിൽ ഉണ്ടാകുന്നതിന് സമാനമായ ശബ്ദങ്ങളാണ് ഇത്തരം മഞ്ഞുകട്ടകൾ കാരണം ഉണ്ടാകുന്നത്. ഏകദേശം നൂറ്റാണ്ടോളം കാലം വരെ സമുദ്ര ഗവേഷകരെയെല്ലാം ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു ശബ്ദമുണ്ട്. ദി ബോയിങ് സൗണ്ട് എന്നാണ് അതറിയപ്പെടുന്നത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു തരം റോബോട്ടിൽ നിന്നും വരുന്ന ശബ്ദം പോലെ തോന്നുന്നതിനാൽ തന്നെ ഇത് വലിയൊരു നിഗൂഢതയായിട്ടാണ് പണ്ട് പരിഗണിച്ചിരുന്നത്. 1950കളിലാണ് ആദ്യമായി ഈ ശബ്ദം മുങ്ങിക്കപ്പലുകളുടെ ഹൈഡ്രോഫോൺസിൽ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത്. ഏകദേശം 51 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2001 ഈ ശബ്ദത്തിന്റെ ഉറവിടം എവിടെ നിന്നുമാണെന്ന് കണ്ടുപിടിച്ചത്. അത് ശരിക്കും മിങ്ക് വെയിൽസ് എന്ന ഒരു തരം തിമിംഗലത്തിൽ നിന്നും വരുന്ന ശബ്ദമാണ്. അങ്ങനെ ആ നിഗൂഢതയുടെ ചുരുളഴിക്കാൻ പറ്റി. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും കണ്ടുപിടിക്കാൻ പറ്റാത്ത മറ്റൊരു ശബ്ദമുണ്ട്. $52 ഹെർട്സ് വെയിൽ എന്നാണ് ഈ ശബ്ദത്തിനും ശബ്ദമുണ്ടാക്കിയ തിമിംഗലത്തിനും നൽകിയിരിക്കുന്ന പേര്. ഓരോ തിമിംഗലത്തിനെയും അവയെ നേരിട്ട് കാണാതെ അവയുടെ ശബ്ദം മാത്രം കേൾക്കുമ്പോൾ തന്നെ അതേത് തരം തിമിംഗലമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും.
എന്നാൽ 52 ഹെർട്സ് തിമിംഗലം പേര് പോലെ തന്നെ 52 ഹെർട്സിലാണ് ശബ്ദമുണ്ടാക്കുന്നത്. അത് സാധാരണ ബാക്കി തിമിംഗലങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള ശബ്ദമാണ്. കാരണം ബാക്കി തിമിംഗലങ്ങളൊക്കെ സാധാരണയായി 20 മുതൽ 40 ഹെർട്സ് വരെയാണ് ശബ്ദമുണ്ടാക്കുന്നത്. ഇതിലെന്താണ് വലിയ നിഗൂഢത എന്ന് ചോദിച്ചാൽ, ഈ തിമിംഗലത്തിന്റെ ശബ്ദം പല തവണ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇതുവരേക്കും ആരും അതിനെ നേരിട്ട് കണ്ടിട്ടില്ല. മറ്റൊരു കാര്യമെന്നത്, ഇതുവരേക്കും ഒരേയൊരു 52 ഹെർട്സ് വെയിലിന്റെ ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ. എല്ലാ വർഷവും ഇതിന്റെ ശബ്ദം നമ്മുടെ ഹൈഡ്രോഫോൺസ് റെക്കോർഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതുവരേക്കും അതിനെ നേരിട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇതൊരു പക്ഷേ നമ്മൾ ഇതുവരേക്കും കണ്ടുപിടിച്ചിട്ടില്ലാത്തതായ തിമിംഗലമായിരിക്കുമെന്നാണ് ചിലർ സംശയിക്കുന്നത്. എന്നാൽ അങ്ങനെയായിരിക്കാനുള്ള സാധ്യത തീരെയില്ല. പകരം എന്തോ ഒരു വൈകല്യം ബാധിച്ച തിമിംഗലമായിരിക്കുമെന്നാണ് കരുതുന്നത്. എന്തുതന്നെയായാലും നിലവിൽ ഇതൊരു നിഗൂഢതയായിട്ട് തന്നെ നിലനിൽക്കുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു തരം മീനാണ് ബ്ലാക്ക് ഡ്രം. 5 അടിയോളം നീളവും 60 കിലോഗ്രാമിൽ കൂടുതൽ ഭാരവും വയ്ക്കാൻ കഴിയുന്ന ഒരു വലിയ മത്സ്യമാണ് ബ്ലാക്ക് ഡ്രം. 60 മുതൽ 1100 ഹെർട്സ് വരെ വരുന്ന വളരെ ഒച്ചയുള്ള ശബ്ദമാണ് ഈ മീനുകൾ പുറപ്പെടുവിക്കുന്നത്. തീരപ്രദേശത്തിന് സമീപം താമസിക്കുന്നവർക്ക് അവരുടെ വീട്ടിനുള്ളിൽ പോലും ചില സമയങ്ങളിൽ ഈ മീനിന്റെ ശബ്ദം കേൾക്കാൻ കഴിയും. ഈ മീനിന്റെ കുറഞ്ഞ ഫ്രീക്വൻസിയിലുള്ള ശബ്ദ തരംഗങ്ങൾ ജലത്തിൽ നിന്നും നിലത്തിലൂടെ സഞ്ചരിച്ചാണ് സമീപമുള്ള വീടുകളുടെ ചുമരുകളിൽ വരെ എത്തുന്നത്. ഇതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ കറണ്ട് ഇല്ലാത്ത സമയത്തിലും അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബാസ് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ മീനിനെ വളർത്തിയാൽ മതിയെന്ന് തോന്നുന്നു. 2004 ഇന്തോനേഷ്യയിൽ വച്ച് വലിയൊരു ഭൂചലനമുണ്ടായി. അതിന്റെ അനന്തരഫലമായിട്ടുണ്ടായ സുനാമി രേഖപ്പെടുത്തിയ ചരിത്രത്തിൽ ഇതുവരെ മനുഷ്യൻ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ സുനാമികളിൽ ഒന്നായിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിനോട് ചേർന്ന് കിടക്കുന്ന 14 രാജ്യങ്ങളിലായി 2.5 ലക്ഷത്തോളം മനുഷ്യരുടെ ജീവനാണ് ഈ സുനാമി കൊണ്ടുപോയത്. 7 മണിക്കൂറുകളോളം നേരം ഈ സുനാമി താണ്ഡവമാടി. ഇതിനു കാരണമായ ഭൂചലനത്തിന്റെ ഭയാനകമായ ശബ്ദവും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അറിയാത്ത ഏതൊരു കാര്യത്തിനെയും, അതായത് നിഗൂഢതകളെ എപ്പോഴും നമ്മൾ ഭയക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും അത് നമ്മുടെ അതിജീവനത്തിന് അനിവാര്യവുമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ പലരും നിഗൂഢത എന്ന വാക്കിന് അറിയാൻ പാടില്ലാത്തത് എന്നതിലുപരി തികച്ചും അനാവശ്യമായ അർത്ഥതലങ്ങൾ കണ്ടെത്തുകയും ഓരോ നിഗൂഢതകൾക്കു പിന്നിലും പുതിയ പുതിയ കെട്ടുകഥകൾ ഉണ്ടാക്കി സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി ആ കെട്ടുകഥകളെല്ലാം യാഥാർത്ഥ്യമാണെന്ന രീതിയിൽ കെട്ടിച്ചമയ്ക്കുകയും ചെയ്യുന്നത് പതിവായി കഴിഞ്ഞിരിക്കുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ശബ്ദത്തിനു പിന്നിലും അത്ഭുതകരമായ ധാരാളം കെട്ടുകഥകളുണ്ട്. നിങ്ങളിൽ പലരും അതൊക്കെ കേട്ടിട്ടുമുണ്ടായിരിക്കും. അതിലേറ്റവും കൂടുതൽ കേൾക്കാൻ സാധ്യതയുള്ളത് ബ്ലൂപ്പിന് പിന്നിലെ കഥകളാണ്. ആഴക്കടലിൽ മറ്റൊരു ലോകമുണ്ടെന്നും നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത രാക്ഷസ ജീവികൾ വരെ അവിടെ മറഞ്ഞു കിടക്കുന്നുണ്ടെന്നും അങ്ങനെ ഒരുപാട് കെട്ടുകഥകളുണ്ട്. ദയവായി അത്തരം കെട്ടുകഥകൾക്ക് പിന്നാലെ പോകാതിരിക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.